പിന്നെ അടുത്ത സീൻ കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ വളരെ ശാന്തമായിട്ടിരിക്കുന്ന സൈലൻസ് മാത്രമുള്ള സ്റ്റാൻലി ജോസഫിൻ്റെ വീടാണ്. അപ്പോൾ ആ ഒരു സീനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലീന ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഒരു ജോലിയില്ലാതെ ഇങ്ങനെ ബെഡ്മേ ഇങ്ങനെ ഇരിക്കുകയാണ്. പുള്ളിക്കാരത്തി ഇങ്ങനെ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും ആരോ ഡോറിൽ നോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി ചെന്ന് ഡോർ തുറക്കുന്നു. അപ്പം നീ സ്റ്റാൻലി ജോസഫ് റെഡി മണിയായിട്ട് അവിടെ നിൽക്കുന്നു. പുള്ളിക്കാരൻ്റെ കയ്യിലൊരു ന്യൂസ് പേപ്പറും ഉണ്ട്. അപ്പോൾ അവളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, നീ ബോറടിച്ചിരിക്കുകയാണോ? അപ്പോൾ ഉടനെ അവൾ പറഞ്ഞ്, ഏയ് ഇല്ല കുഴപ്പമില്ല, ഞാൻ പാട്ട് കേൾക്കുമായിരുന്നു. അപ്പോഴത്തേന് ഇയാൾ പറയുന്നുണ്ട്, ന്യൂസ് പേപ്പർ വായിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇതേന്ന് ഇത് വായിച്ചു എന്ന്. അപ്പോഴത്തേന് അവളുടെ ഒരു ന്യൂസ് പേപ്പർ കൊടുക്കുന്നു. അവളെ തുറന്ന് നോക്കുന്നു. അപ്പോൾ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറായിരുന്നു. അപ്പം ഇങ്ങനെ അവളത് നോക്കിയിട്ടിരിക്കണേ, ഇതിവിടെ ഇതാണോ വരുത്തണത്? അപ്പം അയാൾ പറഞ്ഞ്, ആ എന്തേ അറിയില്ലേ ഇംഗ്ലീഷ് വായിക്കാൻ? അപ്പോൾ ഉടനെ ആ അറിയാം എന്ന് പറഞ്ഞ്. അന്നേരം പറഞ്ഞു, എന്നാലും ഇങ്ങനെ അവളിങ്ങനെ തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേനും നമ്മുടെ സ്റ്റാൻലി ജോസഫ് പറയുകയാണ്, എന്തേ വായിച്ചാൽ മനസ്സിലാവത്തില്ലേ, നീ പ്ലസ് ടു വരെ പഠിച്ചതല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കിനും അവൾ പറയുകയാണ്, അതെ ആണ്, പക്ഷേ ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, ഞാനൊരു ഓർഫനേജിലൊക്കെ ആയിരുന്നല്ലോ വളർന്നത്. ഇത് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ സ്റ്റാൻലി ജോസഫ് കൈകൊണ്ട് ഇങ്ങനെ വേണ്ടാന്നുള്ള ആംഗ്യം കാണിച്ചാണ്. മേനോൻ അന്ന് വന്ന സമയത്ത് നീ ഒരുപാട് തവണ പുള്ളീനെ അച്ഛ അച്ഛാന്ന് വിളിക്കണം ഞാൻ കേട്ടു, പക്ഷേ നീ ഇവിടെ വന്നിട്ട് ഒരു തവണ പോലും എന്നെ പപ്പയെന്ന് വിളിക്കാറില്ലല്ലോ എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കിനും ഒരു ശോകം മ്യൂസിക്കും കൂടി വരുന്നു. പുള്ളിയുടെ ഫീലിങ്സ് അത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ അലീനയ്ക്കും ഒരു സങ്കടം, കേൾക്കുന്ന നമുക്കാരും ഒരു വിഷമം വരുമല്ലോ. നമ്മുടെ അലീന ഒരു വല്ലാത്ത ഒരു ഇതിൽ പറയാണ്, എന്നെ മോളേന്നും വിളിക്കാറില്ലല്ലോ, അച്ഛൻ എന്നെ എപ്പോഴും മോളേന്ന് വിളിക്കുന്നത് കേട്ടില്ലായിരുന്നോ? എന്നിട്ട് ഇങ്ങനെ പറയാണ്, വാത്സല്യത്തിൻ്റെ ആ ഒരു തേനിൽ മുക്കിയാണ് എന്നെ മോളെ മോളേന്ന് വിളിക്കുന്നത്. ഓ അങ്ങനെയാണല്ലേ. ചില സമയത്ത് ഒരുമാതിരി പ്രോഗ്രാം ചെയ്ത പോലെ ആണല്ലോ. അന്നേരം പുള്ളി ഇങ്ങനെ പറയാണ്, ഓ നമ്മൾ കുറച്ചും കൂടെ അടുക്കാനുണ്ടല്ലേ. അപ്പോഴത്തേക്കിനും എന്നിട്ട് സ്റ്റാൻലി ജോസഫ് പറയാണ്, നമുക്ക് കുറച്ചും കൂടെ നമ്മൾ തമ്മിലൊരു ഇൻറ്റിമസി ഉണ്ടാവണം അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം അലീന പറയാണ്, നമ്മൾ വിചാരിച്ചാൽ അത് ഉണ്ടാവില്ല, അത് തനിയെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേനും പുള്ളിക്കാരൻ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ മൂളുന്നു. സ്റ്റാൻലി ജോസഫ് പറയാണ്, എനിക്കും അല്ലേ എന്ന് വെച്ചാൽ പുള്ളിക്കാണ് ആ ഫീലിങ്സ് തോന്നേണ്ടതെന്നുള്ള രീതിയിൽ. അപ്പോൾ ഉടനെ അലീന പറയാണ്, ഏയ് അല്ല എനിക്കും. അപ്പം നമ്മുടെ സ്റ്റാൻലി ജോസഫ് പിന്നെ ആ ഒരു ടോപ്പിക് അവിടെ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഈ വീടെല്ലാം നല്ല പരിചയമല്ലേ അലീനയ്ക്ക്? അപ്പോഴത്തേനും നമ്മുടെ അലീന പറയും, ആ ഞാനെല്ലാം കണ്ടു. എന്നിട്ട് ഇങ്ങനെ സ്റ്റാൻലി ജോസഫ് ചോദിക്കുകയാണ്, നീ എൻ്റെ എസ്റ്റേറ്റ് കണ്ടില്ലല്ലോ, നിനക്കത് കാണണ്ടേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ തന്നെ പോകാം. അപ്പോൾ അവൾക്ക് സന്തോഷമായി, ആ നാളെ തന്നെ പോകാട്ടോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേനും സ്റ്റാൻലി ജോസഫ് പറയാണ്, പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് തീറ്റി എന്നുള്ളൊരു വിചാരമുള്ളതെന്ന് തോന്നുന്നു. പുള്ളി ഇങ്ങനെ അവളോട് ചോദിക്കുകയാണ്, വല്ല സ്പെഷ്യൽ ഫുഡ് വല്ലതും വേണോ? വേണമെങ്കിൽ നീ പറയണം കേട്ടോ, നീ പൗലോസിനോട് പറഞ്ഞാൽ മതി, അയാൾ നല്ലൊരു കുക്കാണ്, നീ പറഞ്ഞ് എന്ത് വേണമെങ്കിലും അയാൾ ഉണ്ടാക്കി തരും. ഇഷ്ടപ്പെടുന്ന ഫുഡ് ഇഷ്ടപ്പെടുന്ന സ്റ്റൈലിൽ അയാൾ നിനക്ക് ഉണ്ടാക്കി തരും. ശരിക്കും നമ്മുടെ വളരെ ഹമ്പിളായിട്ടുള്ളൊരു മറുപടി പറയുകയാണ് നമ്മുടെ അലീന. എനിക്ക് രാവിലെ 2 ദോശ, പിന്നെ എനിക്കൊരു പറ്റ ചോറ്, അതിനുശേഷം രാത്രി എനിക്ക് കഞ്ഞിയും ചമ്മന്തി, എനിക്കതൊക്കെ മതി. കേട്ടപ്പോഴത്തേനും നമ്മുടെ കേണൽ സാറിൻ്റെ മുഖം ഒന്ന് മാറി. ദേഷ്യമല്ല, ജസ്റ്റ് ഒരു മുഖം മാറ്റം. ശേഷം ഇങ്ങനെ പുള്ളിക്കാരൻ ചോദിക്കുകയാണ്, നീ എല്ലാ തരത്തിലുള്ള നോൺ വെജും കഴിക്കില്ലേ? അവൾ പറഞ്ഞു, ആ ഞാനെല്ലാം കഴിക്കും, എനിക്ക് പക്ഷെ അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി ഇങ്ങനെ ചോദിക്കുകയാണ്, നീ ഇവിടുത്തെ സെർവൻസിനോട് പറഞ്ഞു നീ ഓർഫനേജിലാണ് വളർന്നതെന്നുള്ള കാര്യം? ഇങ്ങനെ അവൾ പറയണം, ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പം ഞാൻ കള്ളം പറയാൻ പോയില്ല, ഞാൻ ഉള്ളത് പറഞ്ഞു. പാലായിലെ മേനോൻ്റെ വീട്ടിൽ വേലക്കാരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ആ പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ പറയാണ്, ഞാനൊരു ഹോം നേഴ്സായിട്ടാണ് അവിടെ പോയത്, പിന്നീട് എനിക്ക് കൂടപ്പിറപ്പുകളും അച്ഛനൊക്കെ ഉണ്ടായി, അതൊക്കെ ഞാൻ അവരോട് അങ്ങനെ അങ്ങ് പറഞ്ഞു എന്ന് പറഞ്ഞു. അലീന ചോദിക്കുകയാണ്, അവരെന്താ ഇങ്ങനെ ഞാൻ പറഞ്ഞ നല്ല കാര്യങ്ങളൊന്നും അവർ കേൾക്കാതെ ഈ മോശം കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പെരുപ്പിച്ച് പറയണത്? കേക്കിന് സ്റ്റാൻലി ജോസഫ് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്തിനാണ് അലീന നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സൊക്കെ നമ്മൾ അവരോട് ഷെയർ ചെയ്യുന്നത്? നമുക്കൊരു സ്റ്റാറ്റസ് ഇല്ലേ ഈ വീട്ടിൽ? നീ എൻ്റെ മകളായിട്ട് ജീവിക്കുമ്പം നീ എൻ്റെ ഒപ്പം വേണം ഉയർന്നു നിൽക്കാൻ, താഴേട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. അപ്പോഴത്തേന് അലീന ഇങ്ങനെ കയറി ഡിഫെൻഡ് ചെയ്ത് പറയുകയാണ്, ഞാൻ താഴേന്ന് വന്ന ഒരാളല്ലേ അച്ഛാ, എനിക്കങ്ങനെ പെട്ടെന്ന് അതൊന്നും പറ്റൂല, എന്നാലും ഞാനിനി ശ്രമിക്കാം എന്നിങ്ങനെ ഒരു ഓക്കെ പറയണം. അപ്പോഴത്തേക്കിനും നമ്മുടെ സ്റ്റാൻലി ജോസഫ് പറയാണ്, ഇനി അവർ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു നടക്കും. സ്റ്റാൻലി ഓർഫനേജിൽ നിന്ന് ഒരു അനാഥ പെണ്ണെ എടുത്തിട്ട് സ്വന്തം മകളാണെന്ന് ഡിക്ലെയർ ചെയ്തു. പാലായിൽ ഒരു വീട്ടിൽ ഹൗസ് മെയ്ഡായിട്ട് ജോലി ചെയ്തവളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കും എന്ന് പറയുമ്പോഴത്തേന് അലീനയ്ക്ക് ഇതിലിപ്പോൾ എന്താ പ്രശ്നം എന്നുള്ളൊരു ഭാവത്തിൽ അവളേക്കാണ്, ആ പറഞ്ഞൊക്കെ സത്യമല്ലേ, അതിനിപ്പോൾ എന്നാ? അലീന പറയാണ്, ഇതൊക്കെ എന്നാലും ഒരിക്കൽ തുറന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം ഇനി അന്വേഷണങ്ങളും കൂട്ടിച്ചോദിക്കലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അലീന പറയാണ്, ഇപ്പം ഞാൻ രാജകുമാരിയാണെന്നും പറഞ്ഞ്
തല ഉയർത്തിപ്പിടിച്ചോണ്ട് നിന്നിട്ട് ഒരിടയ്ക്ക് ഒടുവിൽ ഞാനൊരു അനാഥയും വേലക്കാരിയുമാണെന്ന് തിരിച്ചറിയുമ്പോൾ തല കുനിച്ച് നിൽക്കുന്നതിനേക്കാളിലും എത്രയോ നല്ലതാണ് ഞാൻ വേലക്കാരിയും അനാഥയുമാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഞാൻ രാജാവിൻ്റെ മകളാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നതല്ലേ നല്ലത്. ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റാൻലി ജോസഫ് ഇങ്ങനെ തലയാട്ടിട്ട് യെസ് നീ പറഞ്ഞത് കറക്റ്റാണ്, ശരിയാണ്, ആണതിൻ്റെ ശരിയെന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ട് നമ്മുടെ സ്റ്റാൻലി ജോസഫ് അംഗീകരിക്കുകയാണ്. നമ്മുടെ സ്റ്റാൻലി ജോസഫ് ഇങ്ങനെ അവളുടെ നേർക്ക് ഇങ്ങനെ ഷേക്ക് ഹാൻഡിനായിട്ട് കൈ നീട്ടുകയാണ്. അപ്പോഴത്തേന് അലീന ഇങ്ങനെ ഒരു നല്ല പുഞ്ചിരിയോടെ നല്ല ക്യൂട്ടായിട്ട് അയാളെ ഒന്ന് നോക്കിയിട്ട് തിരിച്ച് കൈ കൊടുക്കുകയാണ്. എന്തോ അയാൾക്ക് അന്നേരം ഭയങ്കര സന്തോഷം തോന്നി. അയാൾ ഭയങ്കര ഒരു നല്ല പുഞ്ചിരി അയാളുടെ മുഖത്ത് വന്നിട്ട് അയാളിങ്ങനെ താങ്ക് യു എന്ന് പറയണം. അപ്പോൾ അവളിങ്ങനെ ഒരു കള്ളച്ചിരിയോടെ ഇങ്ങനെ ചിരിക്കുകയാണ്. അവളിങ്ങനെ ചിരിക്കുന്നത് പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. നെക്സ്റ്റ് പിന്നെ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുകൂടെ കൈ കൊടുത്തേക്കുന്നത് ഇങ്ങനെ ക്ലോസപ്പിൽ കാണിച്ചുകൊണ്ടാണ് ആ ഒരു സീൻ കഴിയുന്നത്. മേ ബി അവർ തമ്മിൽ സെറ്റായി തുടങ്ങിയെന്നായിരിക്കാം ഉദ്ദേശിച്ചത്. നമ്മുടെ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലേക്കൊരു കാറ് വരുന്നതാണ് നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത്. അപ്പം ആരാണ് വരുന്നതെന്നുള്ള രീതിയിൽ നമ്മുടെ ആൻ്റപ്പ ചേട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒപ്പം നമ്മുടെ ബൈജുവും വന്നു. എന്നിട്ട് പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ അപ്പാപ്പൻ ഇങ്ങോട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ നമ്മുടെ ബൈജു വന്നിട്ട് വണ്ടിയെടുത്ത് തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്തിട്ട് വണ്ടിയുടെ കണ്ടീഷനും കാര്യമൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. വണ്ടി അത്ര ഓക്കെ അല്ല എന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നൊരു കാര്യം ജിമ്മി ഒന്ന് ഓടിച്ച് നോക്കുന്നു പറഞ്ഞ് ചാവി നമ്മുടെ ബൈജുവിന് കൊടുക്കുന്നു. അപ്പോൾ ഉടനെ നമ്മുടെ അപ്പാപ്പ നമ്മുടെ ആൻ്റപ്പനോട് ചോദിക്കുകയാണ്, അല്ല എനിക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് കയറി വരാമല്ലോ. അപ്പോൾ ആൻ്റപ്പൻ ചോദിക്കുകയാണ് അതിനെന്നാ ആൻ്റപ്പൻ ചേട്ടൻ ടിച്ചായന് പരിചയമുള്ളതല്ലേ ഈ വീട്ടിലുള്ള എല്ലാം. അപ്പം പുള്ളി ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ളൊരു ഡയലോഗ് പറയാണ്, ഇവിടെ ഉണ്ടായിരുന്ന ഒരുമാതിരി എല്ലാ പട്ടികളോടും ഞാൻ നല്ല കൂട്ടാണ്, ഇനി ലാലിച്ചാൻ പുതിയ വല്ല പട്ടികളെ കൊണ്ടുവന്നോ എന്ന് എനിക്കറിയില്ലല്ലോ, അത് വെച്ച് ഞാനങ്ങ് ചോദിച്ചതാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ആൻ്റപ്പാൻ ഒരുമാതിരി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ബൈജു കയറി പറയാണ്, പുതിയത് ഒരെണ്ണവേ ഉള്ളു ഇച്ചായ ഇവിടെ, അതൊരു പെണ്ണ, അത് കടിക്കുന്ന ഇനമാണെന്നാണ് തോന്നുന്നത്. എന്നോട് അപ്പാപ്പൻ്റെ ഒരു ഡയലോഗ്. എന്നാൽ പിന്നെ അതിൻ്റെ പല്ല് പറിച്ചിങ്ങെടുത്തിട്ട് അതിന് നമുക്കങ്ങ് പറഞ്ഞു വിട്ടേക്കാം. വീണ്ടും ബൈജു പറയാണ്, അങ്ങനെ പറഞ്ഞേക്കാനൊന്നും പറ്റത്തില്ലല്ലോ, കേണൽ സാറിൻ്റെ സ്വന്തം മകളാണെന്നും പറഞ്ഞല്ലേ ഇങ്ങോട്ട് കയറി വന്നത്, മകളൊക്കെ ഇവിടെ നടക്കൂല എന്നിങ്ങനെ ഈ അപ്പാപ്പൻ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ആൻ്റപ്പ ചേട്ടൻ പറയുകയാണ്, കേണൽ സാറിന് എന്തോ ആ കൊച്ചിന് വലിയ കാര്യമാണ്. നമ്മുടെ ഈ അപ്പാപ്പൻ പറയണതൊക്കെ ചുമ്മാതാണ്, സ്വന്തം ഭാര്യയിലുണ്ടായ കൊച്ചുങ്ങളോട് സ്നേഹം ഇല്ലാത്തവന് വല്ലോളുമാരും പ്രസവിച്ച് എന്നും പറഞ്ഞ് ഒരിക്കൽ കയറി വരുന്ന ആ പെൺകൊച്ചിനോടുണ്ടാവുമോ, അതൊക്കെ ചുമ്മാ അവൻ പറയണതാണ്. ഏതായാലും ഞാൻ അവനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അപ്പാപ്പൻ ഇങ്ങോട്ട് മോശടം പിടിച്ചോണ്ട് അങ്ങോട്ട് പോവുക. എന്നിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ പടിയേറിയിട്ട് ഇങ്ങനെ ചെന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറയണം, അല്ല അവളിവിടെ ഉണ്ടല്ലോ അല്ലേ. അപ്പം ഉടനെ അവർ രണ്ടുപേരും പറഞ്ഞ് ആ ഉണ്ട് ഉണ്ട്, എന്നാൽ പിന്നെ ഇന്ന് തന്നെ അവളെ പറപ്പിച്ചേക്കാം എന്നും പറഞ്ഞിട്ട് അപ്പാപ്പൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ഉടനെ ഈ ആൻ്റപ്പ ചേട്ടൻ ചോദിക്കുകയാണ് ബൈജുവിനോട്, വല്ലതും നടക്കുമോ അതോ അവൾ ഇങ്ങനെ അയക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നമുക്ക് നോക്കാമെന്ന് ബൈജു പറയുകയും ചെയ്തു. ഇങ്ങനെ കയറി വരുമ്പം നമ്മുടെ ലാലിച്ചൻ അവിടെ വെള്ളോടി സെറ്റപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉടനെ നമ്മുടെ സ്റ്റാൻലി ജോസഫ് ഇങ്ങനെ പുള്ളീനെ കണ്ട് വരണം വരണം എന്നുള്ള രീതിയിൽ പുള്ളീനെ ഇങ്ങോട്ട് അകത്തോട്ട് ക്ഷണിച്ച്, അപ്പോഴത്തേക്കിന് ഈ അപ്പാപ്പൻ ഇങ്ങോട്ട് കയറി വരുമ്പോഴേ തന്നെ പറയുന്നത്, നീ രാവിലെ തന്നെ തുടങ്ങിയല്ലോ. പുള്ളിക്കാരൻ പറയാണ്, ആ സാരമില്ലപ്പാ, അപ്പനൊരു ഗ്ലാസ് അടിച്ചോന്നേ, എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങ് ഫിലിപ്പീൻസിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോഴത്തേനും പുള്ളിക്കാരൻ കൽപ്പിച്ച്, എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞു, അപ്പോൾ എനിക്ക് വേണ്ട അപ്പച്ചാ, ഞാനിത് ഒറ്റ ദിവസം കൊണ്ട് തീർക്കും, വേണമെങ്കിൽ ഇപ്പോൾ ഇത്തിരി കുടിച്ചോ എന്നിങ്ങനെ പുള്ളിക്കാരൻ പറയുമ്പോഴത്തേക്കിനും ആ മ്യൂസിക് അങ്ങോട്ട് മാറുകയാണ്. എന്നാ പറഞ്ഞാൽ ഇങ്ങ് എടുക്കടാവേ എന്നുള്ള രീതിയിൽ പുള്ളിയുടെ മുഖം പെട്ടെന്ന് അങ്ങോട്ട് മാറി, ആ രോക്ഷമൊക്കെ ഇങ്ങോട്ട് മാറി പുള്ളി പയ്യെ വന്നിട്ട് ആ ചെയറിലോട്ട് ഇരിക്കാൻ പോകും. അപ്പോഴത്തേനും നമ്മുടെ സ്റ്റാലിസ് ഇങ്ങനെ ചിരിച്ചു. എന്തെങ്കിലും കാര്യം ചെയ്യണം, ഒരു സോഡ കഴിക്കുന്നു പറഞ്ഞു പുള്ളി അവിടെ കുടിക്കാനുള്ള എല്ലാം ഫുൾ തയ്യാറായി. പുള്ളിക്കൊരു ഗ്ലാസ് കൊടുത്തപ്പോഴും പുള്ളി അത് അപ്പോഴേ വിഴുങ്ങി. അപ്പോഴത്തേനും നമ്മുടെ സ്റ്റാൻലി ജോസഫ് പറയാണ്, എൻ്റെ പൊന്നപ്പച്ച, ഇതിങ്ങനെ സിപ്പ് ചെയ്ത് കുടിച്ച് എടുക്കേണ്ട സാധനമാണ്, അല്ലാണ്ട് ഈ തെങ്ങിൻകള്ള് കുടിക്കണ ഒറ്റ കുടിക്കേണ്ടേ അല്ല. അപ്പോൾ ഉടനെ അയാൾ പറയുകയാണ്, രുചിച്ചങ്ങനെ ഇറക്കാനാണെങ്കിൽ പിന്നെ വല്ല തേൻ വല്ല വാങ്ങി കുടിച്ചാൽ പോരെ. അപ്പോഴത്തേനും നമ്മുടെ സ്റ്റാൻലി ജോസഫ് ചോദിക്കുകയാണ്, അല്ല നമ്മുടെ ആൽബിയും റോബിച്ചനും ഒക്കെ എങ്ങനെയാ അപ്പച്ചനെ സൽക്കരിക്കാറുണ്ടോ? വല്ലപ്പോഴും എങ്ങാണമായി അവരുടെ അടുത്ത് എങ്ങാനും ചെല്ലുമ്പോൾ ഒരു തുള്ളി കൊടുത്താൽ കൊടുത്തു, നിൻ്റെ അടുത്ത് വരുമ്പോൾ മനസ്സറിഞ്ഞ് 4 എണ്ണം വീശാൻ പറ്റണത്. പുള്ളി പറയണ, നീ ആ പെങ്കൊച്ചിനെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ, ഞാനൊന്ന് കാണട്ടെ. അങ്ങനൊന്നും വിളിച്ചാൽ അവൾ വരില്ല, മദ്യപാനവും പുകവലിയൊക്കെ ഉള്ള റൂമിലേക്ക് അവൾ കാലെടുത്ത് പോലും വെക്കുകയില്ല. അപ്പോഴത്തേനും അപ്പാപ്പൻ ചോദിക്കുകയാണ്, അവൾ അത്രയ്ക്കും അഹങ്കാരിയാണോ? അപ്പോൾ നമ്മുടെ സ്റ്റാൻലി ജോസഫ് പറയാണ്, അല്ല, നമ്മളാരും വിചാരിക്കുന്ന പോലല്ല, അവളൊരു പ്രത്യേക. പാപ്പൻ പറയണ, നീ ഒരു കാര്യം ചെയ്യും, നീ അവളെ എൻ്റെ കൂടെ പുനലൂർക്ക് വിട്, അതാകുമ്പം ആര് ചോദിച്ചാലും ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് അവിടെ അങ്ങ് നിർത്തിക്കോളാം, ഇവിടെ ആവുമ്പോൾ ആരും സംശയിക്കത്തുമില്ല. ഇവിടെ നീ ആ കൊച്ചിനെ ഇങ്ങനെ നിർത്തിയാൽ 100 പേരോട് നമ്മൾ സമാധാനം പറയണ്ടേ. പുള്ളിയാറാണ്, നിനക്ക് സാരമില്ലായിരിക്കും, പക്ഷെ എനിക്കും നമ്മളെ അറിയുന്ന എല്ലാവർക്കും സാരമുണ്ട്.
നീ എൻ്റെ കൂടെ അവളെ വിട്ടാ ഞാൻ കുറച്ച് ദിവസമൊക്കെ അവിടെ പുനലൂര് നിർത്തിയിട്ട് നൈസായിട്ട് ഞാൻ അവളെ നാട് കടത്തി വിട്ടേക്കാം എന്നൊക്കെ ഇങ്ങനെ പുള്ളി ഒരു ഡീലിൽ ഉറപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. നമ്മുടെ സ്റ്റാൻ ജോസഫ് പറയാണ്, അല്ലപ്പാ അങ്ങനെ നാട് കടത്തണമെങ്കിൽ എനിക്ക് അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരേണ്ട ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ? അവൾ എവിടെയെങ്കിലും അങ്ങ് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ പോരായിരുന്നോ? മനസ്സിലാക്കിയതല്ലേ, കുഴപ്പമില്ല. ഞാൻ അവളെ എത്രയും വേഗം എവിടെയെങ്കിലും അങ്ങ് കെട്ടിച്ച് വിട്ട് എങ്ങോട്ടെങ്കിലും അങ്ങ് മാറ്റാം. ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് ആ പാപ്പൻ പറഞ്ഞു. വയസ്സ് 10, 23 ആയില്ലേ, എന്തേലും കെട്ടിച്ച് വിടണ്ടേ എന്നിങ്ങനെ പറയുമ്പോഴത്തേനും സ്റ്റാൻലി ജോസഫിൻ്റെ മുഖമൊക്കെ ഒന്ന് മാറി. പുള്ളി വല്ലാത്തൊരു ഫീലിങ്സോടെ പറയുകയാണ്, അവക്കൊരു നീതി കിട്ടണ്ടേ അപ്പച്ച. 23 വർഷം അനാഥ കുഞ്ഞായിട്ട് ജീവിച്ചവളാ. അവക്കൊരു അംഗീകാരം, അന്തസ്സ്, സ്നേഹം എല്ലാം അവൾക്ക് കിട്ടണ്ടേ? അപ്പോഴത്തേക്കും നമ്മുടെ പാപ്പൻ്റെ ഒരു ഡയലോഗ്, അങ്ങനെ അവൾ നിന്റെ കൂടെ ഇവിടെ ജീവിച്ച അതൊക്കെ കിട്ടുമോ? അപമാനവും പരിഹാസവും കുത്തുവാക്കും വഴക്കും വയ്യാവേലിയും ഒക്കെ സഹിക്കേണ്ടി വരൂലേ? അതിങ്ങനെ പറയുമ്പോഴത്തേക്കിന് സ്റ്റാൻലി ജോസഫ് ആകെ സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്.